ഹലോ യെസ് സാർ ഇപ്പഴാ നാളെ ഇപ്പൊ വരാം സാർ. എന്ത് പറ്റിയടാ ഒരു ടെൻഷൻ പോലെ? അയാളുടെ ക്യാബിനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തിനാണോ എന്തോ. ചുമ്മാ ചെന്ന് നോക്ക്, വല്ല പ്രൊമോഷനോ മറ്റോ കിട്ടിയാലാ. നിന്നോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? പ്രൊമോഷൻ തരാനായിരിക്കും. തരുന്നുണ്ട്, രണ്ടുപേർക്കും നല്ല കൃത്യമായ ശമ്പളം തരുന്നുണ്ട്. എന്റെ വയൻ തെറിയേക്കാനല്ലോ, പണി തീർക്കാനല്ലേ. എന്തുകൊണ്ട് കംപ്ലീറ്റ് ആയില്ല? എല്ലാം മാങ്ങാത്തൊലി നടക്കണ്ട. ഐ വാണ്ട് ആൻസേഴ്സ്. സാറേ ഞങ്ങള് ഇന്നലെ വൈറൽ ഫീവർ ആയിരുന്നു സാർ. അതെ സാർ, ഫീവർ ആയിരുന്നു. ആണല്ലേ? ആട്ട് ഇന്നലെ താഴത്തെ പെട്ടിക്കടയിൽ നിന്ന് തണുത്ത മിൽഷേക്ക് വെച്ച് കീച്ചണണ്ടല്ല. സാർ ഞങ്ങൾക്കല്ല സാർ, ലാപ്ടോപ്പിനാണ് സാർ വൈറസ് കയറി എന്തോ ഫീവർ പോലെ ആകെ ഡൗൺ ആണ് സാർ. നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ഞാൻ നട മണ്ടനാന്ന് വിചാരിച്ച. എടാ പെട്ടെന്നുകൊണ്ട് നന്നാക്കടോ, അല്ലെങ്കിൽ ഓഫീസ് ഫുൾ സ്പ്രെഡ് ആവില്ലേ? എന്നാ ഇവൻ നന്നാക്കും സാർ. ഞാൻ ചെയ്തോളാം സാർ. ആണല്ലേ? എന്റെ പണി തന്റെ അപ്പം വന്ന് എടുക്കൂ. എന്റെ അപ്പം കിടപ്പിലാണ് സാർ. ഓ സോറി. പക്ഷെ ഒരു 10-11 മണിയാകുമ്പോൾ എന്നിട്ട് പല്ലിയൊക്കെ വരിക, അന്നേരം കൊടുത്താൽ മതി സാർ. ഒരു മണവും ഗുണവുമില്ലാത്ത മണഗുണാഞ്ചന്മാരെ ഗുണം മാത്രം അറിയാം. ഗുണക്കന്മാര് ഇറങ്ങി പോടാ. എനിക്ക് മടുത്തി പണി. ഞാൻ പേപ്പർ ഇടാൻ പോവാ. എടാ പേപ്പർ ഇടാനൊക്കെ പോയിട്ട് എന്ത് കിട്ടാനടാ? അത് മാത്രമല്ല വെളുപ്പിനൊക്കെ എനിക്ക് പണിക്ക് കൊണ്ടിരുട്ടോ. ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നു. എടാ നീ ഇമോഷന്റെ പുറത്ത് കടുത്ത തീരുമാനം എടുക്കില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ റിസൈൻ ചെയ്യാൻ പോകും. നീ അയാളോട് തന്നെ എടുത്ത് മടിയെടുക്കും. ഉറപ്പാണോ? ഉറപ്പാ. ഓ പുതിയ വാച്ചൊക്കെ എടുത്തല്ല, EMI ആയിരിക്കുമല്ലേ? EMI പിന്നെ നിന്റെ എഡ്യൂക്കേഷൻ ലോൺ അത് ബാങ്കുകാരെ എഴുതി തള്ളുമായിരിക്കുമല്ലേ? അറിയത്തില്ല. ആകെ സമാധാനം നിന്റെ ഹൗസിംഗ് ലോൺ കാര്യത്തില്ല. എന്താ അടച്ചില്ലേ അവരൊന്ന് ജപ്തി ചെയ്ത് നോക്കുള്ളൂ. അയ്യോ എന്ത് പറ്റിയടാ? എനിക്ക് റിസൈൻ ചെയ്യണ്ട. ഉറപ്പല്ലേ? ഉറപ്പാ. എന്നാ നടപടിയാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താ? ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ വണ്ടർലേ പോകുന്നു, ഒരു പൊളി പൊളിക്കുന്നു. മണ്ടല്ലേ? നമ്മുടെ പഴയ വീഗാലാൻഡ്. ആ പണ്ട് നമ്മൾ പോയി പൊളിച്ചു ഓർമ്മയില്ലേ? എടാ അവിടെ ചെന്ന റൈഡിലൊക്കെ കയറി വെള്ളത്തിൽ കിടന്ന് കുത്തിമറിയുമ്പോണ്ടല്ലോ അഡ്രിനാലിനൊക്കെ പമ്പാവും. പോവല്ലേ? പോവാം. ടിക്കറ്റ് ആരും നീ പേടിക്കണ്ട, ഫുൾ ഫ്രീ എന്റെ വക. അതെന്താടാ ടിക്കറ്റ് കൊണ്ടുപോയ ലോറി മറിഞ്ഞ? അതല്ല, വണ്ടർലയുടെ 25ാം വാർഷികം ആയതുകൊണ്ട് 25 ദിവസത്തേക്ക് 250 ടിക്കറ്റ് വെച്ച് ഫ്രീ കൊടുക്കുന്നുണ്ട്. ഞാൻ അവന്മാരുടെ സൈറ്റിൽ കയറി ഒന്ന് പരതി, അപ്പൊ കിട്ടിയതാ. അപ്പൊ ഇനി എന്താ ആലോചിക്കാൻ, നമ്മൾ പോകുന്നു, ഒരു പൊളി പൊളിക്കുന്നു. കരയുന്നത് ചുമ്മാ തവളയ്ക്കൊരു സന്തോഷം ആയിക്കോട്ടെ. ചാടിക്കോ ചാടിക്കോ. ഹലോ ഹലോ. ഇത് ഏതീ കൊരങ്ങച്ചൻ ഇവിടെ കണ്ടല്ലോ? അടുത്ത് നിൽക്കുന്ന കുരങ്ങനെ നോക്ക്. ഇയാളെന്താ ഇവിടെ നമ്മളെ കണ്ട് 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 ഇങ്ങോട്ട് വരുന്നു. എടാ കള്ളം പറഞ്ഞ് ലീവ് എടുത്ത എന്റെ ഐഡിയ എന്ന് പറയലടാ. പോടാ. സോറി സാർ. സോറിയാ? എന്തിന്? അല്ല സാർ, വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ലീവ് എടുത്ത്. അയ്യോ ഒരു കീച്ചങ്ങട് തന്നാളുണ്ടല്ല. ഇതൊക്കെ തലയിൽ വെച്ചോണ്ടാണ് വണ്ടർലയിൽ വന്നത്. അതങ്ങടെ വീട്ട് ഞാൻ നോക്കിക്കോളാം. ശരിക്കും? ആന്ന് ഞാനിവിടെ മിക്കവാറും വരാറുണ്ട് ഈ വർക്ക് പ്രഷർ കളഞ്ഞ് ചില്ലാവാനായിട്ട്. ഞങ്ങളും വർക്ക് പ്രഷർ കളഞ്ഞ് ചില്ല് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ മിടുക്കൻ. ഇങ്ങനെ ജെനുവിനായിട്ട് സംസാരിക്കുന്നവരെയാണ് എനിക്കിഷ്ടം. ആണോ? അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. ഇവനെ പറഞ്ഞ് പിരികേറ്റി നുണ പറച്ച് ലീവ് എടുപ്പിച്ച് ഞാനാ. അയ്യോ നീ കാട്ടു ജെനുവിൻ. താങ്ക് യു സാർ. സാറല്ല ചേട്ടൻ, അങ്ങനെ വേണം ഇങ്ങനെ വിളിക്കാനായിട്ട്. ചേട്ടാ എന്തോ നിന്റെ കഥാപ്രസംഗം പറയാതെ വാ. എന്തോ നല്ലൊരു മനുഷ്യനല്ലേ? ഓ തങ്കക്കുടം. അദ്ദേഹത്തെ പറ്റി എന്തൊക്കെ മ്ലേച്ഛമായ വാക്കുകളാണ് നീ ഓഫീസിൽ നിന്ന് പറഞ്ഞത്? പറ്റിപ്പോയി. ഡോണ്ട് ജഡ്ജ് ദ കവർ ബൈ ദ ബുക്ക് എന്നാണല്ലോ പ്രമാണം. ഞാനത് ഓർത്തില്ല. ഹലോ ഹലോ. യെസ്. ഡ്രസ്സൊക്കെ പറയാൻ അങ്ങോട്ട് പോണ്. ചേട്ടൻ നൈറ്റ് കാർണിവലൊക്കെ ഉണ്ട്. ചേട്ടനാ? ആറാ നിന്റെ ചേട്ടൻ? അക്കങ്ങ് മണ്ടലയുടെ അകത്ത്. കോൾ മീ സാർ. നാളെ ഓഫീസിലേക്ക് വാടാ. ഒന്നേം തെറി തുടങ്ങാം. നോണാച്ചിയും പറഞ്ഞ് ലീവ് എടുത്ത് വന്നേക്കാ കുന്തൊളിക്കാനായിട്ട്. ഒരു 4-5 തെറി പഠിക്കണം. എനിക്ക് ബോറടിച്ച് നിങ്ങൾ വിളിച്ചു വിളിച്ച്. ഇയാളെന്താടാ അന്യനും? നമ്മൾ അമ്പി നാളത്തെ കാര്യം അറിയിച്ചൊരു ടെൻഷൻ ആവുന്ന. നീ ടെൻഷൻ അടിക്കട്ടാ. ടെൻഷനൊക്കെ നമുക്ക് കാര്യം തീർക്കാം. ഏത് കാറിൽ?